നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യാന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല, ബിസി ആയിരുന്നു. എനിവേ, എങ്ങനെയുണ്ട് പെർഫോമൻസ് ഇന്നല്ലേ? അടിപൊളി. അതായത് ഓപ്ഷൻ ട്രേഡിങ് നിഫ്റ്റിയിൽ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു പാർട്ടി ചോദിച്ചിരുന്നു, എന്താ ഒരു നമ്മളുടെ ഡെൽറ്റയുടെ വാല്യൂസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തോ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത രൂപത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, നമുക്കിവിടെ വാല്യൂസ് അല്ലെങ്കിൽ ഗ്രീക്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണ, അതൊക്കെ ബേസിക്സ് ആണ്. അതൊക്കെ പ്യുവർ ബേസിക്സ് ആണ് ഈ ബിസിനസ്സിൽ. അതൊന്നും അറിയാണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രോഫിറ്റിൽ എൻഡപ്പ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കലി നമ്മൾ നിഫ്റ്റിയുടെ കേസിൽ നമ്മളുടെ ലെവൽ ഓഫ് കേപ്പബിലിറ്റീസ് ഇറ്റ്സ് മോർ ദാൻ 90%. അതുമാതിരി തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ടീമിലുള്ള ആളുകൾക്ക് എത്രമാത്രം എന്താ പറയുക ടെൻഷൻ അങ്ങനത്തെ സംഗതിയിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0%. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ദാൻ ഗ്രേറ്റ്. പെർസെൻറ്റേജിൽ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തള്ളാന്ന് പറഞ്ഞാൽ ഒരു സംഗതി അവിടെ പറഞ്ഞിരുന്നു നമ്മുടെ ടീമിൽ, മാസീവ് മണി. അതായത് ഒരു 5000 ക്വാണ്ടിറ്റിയും 10,000 ക്വാണ്ടിറ്റിയും അടിക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിയിലേക്ക് ഇവിടെയുള്ള ഓരോ ആളുകളുടെ മൈൻഡ് സെറ്റിനെ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് ഇങ്ങനെ ഗ്രോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാധനം കണ്ടിട്ട് അവരുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് കൂടണം. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രൈക്ക് കൊടുക്കും. അത് മിനിമം 5 to 10 minutes മുമ്പാണ് കൊടുക്കുക. ഒരു സ്ട്രൈക്ക് പറയും, ആ സ്ട്രൈക്കിൻ്റെ വാല്യൂ പറയും, ഇന്ന വാല്യൂ, അതിന് സ്റ്റോപ്പ് ലോസ് പറയും, പറ്റുമെങ്കിൽ അതിന് ടാർഗറ്റ്സ് പറയും. ചിലപ്പോൾ ടാർഗറ്റ്സ് വഴിയേ കൊടുക്കും. എന്നിട്ട് നമ്മളവിടെ വെയിറ്റ് മെസ്സേജ് ഇടും. ജസ്റ്റ് ഇന്നൊരു സാധനം അടിച്ചിട്ട് ഒരു ഇന്ന പി ഇത്ര ബൈ ഇത്ര സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ഈസ് ദീസ് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് എഴുതി വിടും. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത്ര ആളുകൾക്ക് ആ ട്രേഡിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ബൈ പ്രൈസ്, ലിമിറ്റൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ആ ട്രേഡ് എടുക്കേണ്ട സമയമാകുമ്പോൾ, ഏത് ട്രേഡ് ചാർജ് ആവുമല്ലോ, എടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ ആക്റ്റീവ് മെൻഷൻ ചെയ്യും. അതിൻ്റെ അർത്ഥം ആ ആക്റ്റീവ് എന്നുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് ഓർഡർ പഞ്ച് ചെയ്തിടുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു 100 ആണെങ്കിൽ നിങ്ങൾക്ക് 102 103 ഇട്ട് വയ്ക്കാം. നമ്മളോ ഒരു 3 പോയിന്റ് ബഫർ ഇട്ട് വെച്ചോ, പ്രശ്നം കഴിഞ്ഞു. മനസ്സിലായില്ലേ? അത് ട്രേഡ് ആക്റ്റീവാണ്. അത് സ്റ്റോപ്പ് അടിക്കാനുള്ള സാധ്യത ലെസ് ദാൻ 10% ആണ്. അപ്പോൾ ഈ ലെസ് ദാൻ 10% ഞാൻ പറയുമ്പോൾ അത് അവിടെയുള്ള ആളുകൾക്ക് അത് മുഴുവൻ മനസ്സിലാവണമെങ്കിൽ അതൊരു 3 months അവർ കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആക്റ്റീവ് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ആ ട്രേഡ് പിന്നെ ആൾക്ക് ഒന്നും നോക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് മൊബൈലിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു മൊബൈൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം സെറ്റ് ചെയ്തു, ഓക്കെ മനസ്സിലായി, സ്റ്റോപ്പ് സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഞാനിവിടെ നിന്ന് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ ലിമിറ്റ് ഓർഡർ പഞ്ച് ചെയ്തിട്ടാണ് മതി. ആക്റ്റീവ് ഓക്കെ പഞ്ച് ചെയ്തിട്ടു, ട്രേഡ് ട്രിഗറായി, ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് വീണു. ഇനിയിപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ആണെങ്കിൽ ടാർഗറ്റ് വീണു, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഇട്ട് വെച്ചിട്ട് ആ ടാർഗറ്റ് എഡിറ്റ് ചെയ്താൽ മതി. സോ യു ക്യാൻ ഡു ഇറ്റ് ഫ്രം മൊബൈൽ. വേറെ ഗ്രാഫ് നോക്കണ്ട, പ്രൈസ് 50 minutes ക്ലോസ് ചെയ്തോ ഇറങ്ങിയോ, അല്ലെങ്കിൽ 5 minutes ക്ലോസ് ചെയ്തോ ഇറങ്ങിയോ, ഒന്നും നോക്കണ്ട. ടൈം ഫ്രെയിം, നോ മെൻഷൻസ്, ഒന്നുമില്ല. മനസ്സിലായില്ലേ? വെരി സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ഏത് ദിക്കിൽ ജോലി ചെയ്യുന്ന ആളായാലും, എത്ര വലിയ കടുകെട്ടി ജോലിയിലുള്ള ആളായാലും, നിങ്ങൾക്ക് ഓൺലൈനിൽ ഉണ്ടാകാൻ പറ്റുമോ? നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനത്തിലേക്കാണ് ഞങ്ങൾ ഇത്ര നാളും വളരെ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് എത്തിക്കാൻ ശ്രമിച്ചത്. മനസ്സിലായില്ലേ? അതാണ് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ പല ആളുകൾ നിർത്തി, പല ആൾക്കും ചെയ്യാൻ പറ്റുന്നില്ല. നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് ഇസ് വെരി ബാഡ്. ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ടൈറ്റാണ്. സോ വി മൂവ് ടു ദ ഫോറക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊരു പ്രശ്നമില്ലാതെ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? കൂടുതൽ ആളുകൾ മുഴുവൻ ഹാപ്പി, എല്ലാം അടിപൊളി. മനസ്സിലായില്ലേ? ട്രയൽ ചോദിച്ച എല്ലാവർക്കും ട്രയൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് നിങ്ങൾ വേണ്ടാത്ത കമൻറ്റ് എഴുതുന്ന നേരെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ രീതിയിലുള്ള കമൻസൊക്കെ മെൻഷൻ ചെയ്യുന്നത്. ആ കമൻസ് മെൻഷൻ ചെയ്യുന്ന ഒരാൾ ഒരു സാധ്യത അദ്ദേഹം ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, അദ്ദേഹം ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാവുന്ന ആൾക്ക് മാറ്ററല്ല. ഞാൻ അയാളുടെ ശത്രു എന്ന് പറഞ്ഞ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ കോമ്പറ്റീറ്റർ ആവും, മറ്റു പല ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ താഴ്ത്തി കെട്ടേണ്ടതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യമാണ്. സോ ഈ ഡു ദാറ്റ്. അത് പ്രശ്നമല്ല, അത് ആളുടെ റൈറ്റ് ആണ്, ആൾ ചെയ്തോട്ടെന്ന് കുഴപ്പമില്ല. മറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ല എന്ന് പറയുന്നൊരു കാറ്റഗറി ആണെങ്കിൽ അവിടെ നമ്പർ കൊടുക്കാം, ട്രയലിൽ കയറി വെക്കാം. ട്രയലിൽ കയറുമ്പോൾ നിങ്ങളെ ക്യാപിറ്റലോ കാര്യങ്ങളോ ഒരു ചോദ്യമില്ല, നിങ്ങൾ ട്രയൽ അറ്റൻഡ് ചെയ്തോ. ആദ്യം നിങ്ങൾക്ക് എന്നെ വെരിഫൈ ചെയ്യണമെങ്കിൽ അവിടെ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എനിക്കവിടെ പറയാനുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ? അതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ പറയുക, ഈ അഗ്നിപരീക്ഷയിലൊക്കെ കടന്നുപോയി നമ്മൾ അടിപൊളിയായിട്ട് സാധനം നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എവറി ഡേ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞ ലെവലിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് വരും ദിവസത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, അടിപൊളിയാണ്. 1 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള ആർക്കും ഒട്ടുമാരി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ട്രേഡിംഗ് മാറി. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 1 lakh ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാസം നല്ലൊരു പൈസ ത്രൂ കോമ്പൗണ്ടിങ് ഒരു 3 to 4 months നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അപ്പോൾ ബൈ.